ഈ ലക്ഷ്മി ആരാ? അല്ല അത് പിന്നെ അവളുടെ അച്ഛൻ പഴയ പടത്തിലെ തിക്കുറിശിയാണെങ്കിൽ പുതിയ പടത്തിലെ സുരേഷ് ഗോപിയാണ്. അയാൾക്ക് 2 പേരുണ്ട്. ഒരേ ഗ്ലാസ്സിൽ ബ്രാൻഡിയും വിസ്കി മിക്സ് ചെയ്ത് കഴിക്കും. എന്നുവെച്ചാ നോക്ക്, നീ ചെയ്യുന്നത് അത്ര ശരിയല്ല മോനെ. മോളുടെ കല്യാണം നടത്തേണ്ട പ്രായത്തില് നീ ഒരു വെപ്പാട്ടിയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുമല്ലേ? അവളെന്റെ വെപ്പാട്ടിയൊന്നുമല്ല. കുറച്ച് മാന്യോട് സംസാരിക്കാൻ പഠിക്കും. എല്ലാം നിങ്ങളുടെ ഇഷ്ടമല്ലേ, എനിക്കൊന്നും പറയാനില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്മിയെ കൺട്രോൾ ചെയ്യുന്നത് എനിക്കേറെ പ്രയാസം. ഇപ്പൊ കോളേജിലും പോകുന്നില്ല. എന്തിനാ അവള് പഠിപ്പ് ഉപേക്ഷിച്ചത്? ആർക്കറിയാം. ഈ വീട്ടിൽ ഞാൻ പറയുന്ന രീതിയിൽ ആരെങ്കിലും ജീവിക്കുന്നു? അമ്മേ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇത് ഈ മാസത്തെ ചെലവിന് വെച്ചോ. ലക്ഷ്മിയുടെ ഫീസിന്റെ കാശ് ഇതിനോടൊപ്പം ഉണ്ട്. വാ മോളെ, നീ എന്താ കോളേജിൽ പോകുന്ന നിർത്തിയത്? നിനക്ക് ഡോക്ടറാണെന്നല്ലായിരുന്നു ആഗ്രഹം. 3 വർഷം കഴിഞ്ഞല്ലേ മോളെ? ഇനി മോളെ, ലക്ഷ്മി ലക്ഷ്മി. എന്തായാലും മോളെ തന്റെ ഈ കാശ് ആർക്കാ വേണ്ടത്? ഈ പ്രായത്തിലെ സ്വന്തം ഭാര്യ മക്കളെ മറന്നിട്ട് ഈ ദേവൃഷിയുടെ കൂടെ ജീവിക്കാൻ തനിക്ക് നാണമില്ലേ? കാശ് തന്ന നിങ്ങളുടെ പാപം തീരുമെന്ന് വിചാരിച്ചോ? ഞങ്ങൾക്ക് ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ലക്ഷ്മി, എന്താ നിങ്ങൾക്ക് വിഷമം വന്നോ? ഈ ദേവൃഷി നിങ്ങളുടെ ഭാര്യ, എന്റെ അമ്മ നിങ്ങളുടെ വെപ്പാട്ടി. ലക്ഷ്മി അനാവശ്യം പറയാനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ലക്ഷ്മി മതി, നിർത്ത്. നാട്ടുകാർ മുഴുവൻ നമ്മളെ നോക്കുന്നത്. നോക്കട്ടെ, ഇത് എല്ലാവർക്കും അറിയുന്ന ഭാഗവതല്ലേ? ഒരച്ഛനായി നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഈ വന്ന സ്ത്രീ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ജീവിക്കും. അതല്ലാതെ മാസത്തിലൊരിക്കലും വന്ന് ഇവിടെ കുറച്ച് കാശ് തന്നിട്ട് പോയാ ഞങ്ങൾക്ക് അത് എത്ര മാനക്കേടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എടീ മോളെ, നിനക്ക് ഞങ്ങളുടെ അച്ഛനെ മാത്രമേ കിട്ടിയുള്ളൂ. വേറെ ആരെ കിട്ടിയില്ല നിനക്ക് അടിച്ചു മാറ്റാൻ? മോളെ വേണ്ട. ഹായ്. ആ, യാമിനി. ഔ, ഇതാരാ? നിങ്ങളുടെ ഡോട്ടറാ? യാമിനി, ഇതാരാ? എന്ത് രസാ കാണാൻ. മമ്മി അല്ലേ? അപ്പൊ ഈ ചേച്ചിയോ? മമ്മിയുടെ ഡമ്മി ആയിരിക്കും. ആ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഡാഡിക്ക് രണ്ട് ഭാര്യമാരാ. കള്ളൻ. അച്ചോടാ, എല്ലാ ആൺമാർഗവും ഇങ്ങനെ തന്നെയാ. വിശ്വസിക്കാൻ കൊള്ളില്ല. നശിച്ചു പോട്ടെ. ഇവരുടെ ജീവിതത്തിൽ മണ്ണ് വാരിയിട്ടില്ലേ? യാമിനി ഡാഡി എങ്ങോട്ടാ പോകുന്നേ? സുന്ദരിയാണെന്നറിയോ? നീ ഇങ്ങനെ നോക്കിയാ എന്റെ മനസ്സിലുള്ള ഷോക്ക് അടിച്ച പോലെയാ. കണ്ടോ കണ്ടോ കണ്ടോ? യാമിനി, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. യാമിനി, ഒരു പ്രാവശ്യം നോക്ക്. എന്തിനാ തരുന്നേ? ഞാൻ പോവില്ല. യാമിനി 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 യാമിനി. ചക്രം, ഒരു നടന് ഏറ്റവും അത്യാവശ്യം ഉത്തരവാദിത്വവും അച്ചടക്കവും വേണം. ലക്ഷക്കണക്കിന് ആൾക്കാര് നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും കണ്ട് സന്തോഷപ്പെടും, ചിരിക്കും, ചിലപ്പോൾ കരയും, ആലോചിക്കും, അവർ ഫോളോ ചെയ്യും. അതുകൊണ്ട് സമൂഹത്തിനു മേൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വവും കടമയുമുണ്ട്. ലോകത്തിലുള്ള എല്ലാവരെയും സ്വന്തക്കാരായി കാണണം. ഈ ലോകർ മുഴുവനുമെൻ്റെ ഏകാന്തതയിലെ കൂട്ടുകാർ, ഈ ലോകസാഗരം നീയേ, സന്യാസ ജീവിതം ഞാനേ. ആഹാ, സൂപ്പർ ആയിട്ടുണ്ട് സാർ. ഈ പാട്ട് എനിക്ക് മുഴുവൻ പഠിപ്പിച്ചു തരണേ. തീർച്ചയായിട്ടും നാളെ തന്നെ പഠിപ്പിക്കാം. മോനെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നിനക്ക് ഉറക്കം വരുന്നില്ലേ? പോയി കിടന്നോ മോനെ. എനിക്ക് ഉറങ്ങാനുള്ള സമയം തീരെയില്ല. ഈ ലോകർ മുഴുവനും എൻ്റെ ഏകാന്തതയിലെ കൂട്ടുകാർ. അത് ശരി, ഇത് ഞാൻ പഠിച്ചെടുത്തോളാം. നിന്നെ ഇഷ്ടം. ഗുരുവായൂരപ്പാ. രാത്രി ബെഡ്റൂമിൽ വെള്ളം വെക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല. ആരാ നിങ്ങള്? എന്തു പറ്റി? അയ്യോ, കള്ളൻ കള്ളൻ കൊള്ളൻ.
അതെ, രാത്രിയിൽ കോളനിയിൽ കളമാരി കയറിയെന്ന് കേട്ടല്ലോ. ആരുടെ വീട്ടില്? മിസ്റ്റർ നരഹരി, നരഹരിയുടെ വീട്ടിലാ. ഹരഹരോ. അയ്യോ, നരഹരി വീടോ? അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഈ കോളനിയിൽ എല്ലാവരും മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. പുതിയ സെക്യൂരിറ്റി ഗാർഡിനെ വെക്കാൻ തീരുമാനിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഈ വർഷം നമ്മുടെ ഈ കോളനിയിൽ കള്ളന്മാർ കയറുന്നത് ഇത് 3-ാം തവണയാണ്. കരയണ്ട. നമ്മുടെ പഴയ സെക്യൂരിറ്റി ഗാർഡ് മുഴുക്കുടിയനായ സൂരി ശരിക്ക് ജോലി ചെയ്യാത്തത് കൊണ്ട് പുതിയ സെക്യൂരിറ്റി ഗാർഡ് നിയമിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ മീറ്റിംഗ്. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശല്ലേ, അതെവിടെ നിൽക്കാനാ? വന്ന വഴിക്ക് തന്നെ അതങ്ങ് പോവും. എനിക്കിതൊക്കെ എപ്പോഴേ അറിയായിരുന്നു. മര്യാദക്ക് സംസാരിക്കണം, പറഞ്ഞേക്കാം. നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഓടുന്ന കാശ് പലിശക്ക് കൊടുത്ത് ജീവിക്കുന്ന നീ എന്നെ കുറ്റം പറയുന്നുണ്ടോ? ഞങ്ങളെ പറ്റി എന്തിനാ സംസാരിക്കുന്നേ? എന്റെ കുടുംബത്തിൽ സ്വത്തുള്ളതുകൊണ്ടാ കൊണ്ടുവന്നത്. അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ. അയ്യടാ, അവള് വലിയ ആള് കളിക്കുന്നു ഇവിടെ വന്നിട്ട്. എന്താടി പറഞ്ഞത്? ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു നീ വലിയ ആളാവൊന്നും വേണ്ട. നിങ്ങളുടെ വിശേഷം ഞങ്ങളോട് പറയണ്ട. ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ആരെങ്ങനെ സമ്പാദിക്കുന്നു പ്രശ്നമല്ല. നമ്മൾ ഓരോ മാസവും കൃത്യമായിട്ട് ബുജ്ജുബാവിന്റെ കാശ് കൊടുത്തതല്ലേ? ആ കോളനി വെൽഫെയർ ഫണ്ട് എടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീരും. നമുക്ക് പുതിയ ആളെ വെച്ചൂടെ? എന്തിനാ ആളെ വെക്കുന്നത്? ഫിലിം നഗറിൽ നടന്നത് പേപ്പറിൽ വായിച്ചില്ലേ? കള്ളന്മാര് സെക്യൂരിറ്റി ഗാർഡിനെ കൊല്ലും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നമ്മളും. ഞാൻ സമ്മതിക്കൂല. വേറെ ആളെന്തിനാ? രാത്രിയും പകലും പണിയൊന്നുമില്ല, തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ ഇവന്മാര് സെക്യൂരിറ്റി അവിടുത്തെ. അത് ശരി. അപ്പൊ കള്ളന്മാരൊന്നും ഞങ്ങളെ കൊന്നു കളഞ്ഞിട്ടല്ലേ? ഇത്രയും കാലം കോളേജിൽ പഠിച്ച് ഇവിടുത്തെ സെക്യൂരിറ്റി ആവാൻ വേണ്ട അമേരിക്ക. ഒന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് പബ്ബ് ഓപ്പൺ ചെയ്യണം. അങ്ങനെയുള്ളൊരു നിർണായക സാഹചര്യത്തിലാണ് മീറ്റിംഗ് അവസാനിച്ചത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പാവം, നരഹരിയുടെ വീട്ടിലുള്ളവർക്ക് നല്ലോണം കിട്ടിയെന്ന് തോന്നുന്നേ. ദീപാവലി ആവാറായില്ലേ? ദീപാവലിയല്ല, പടക്കം പൊട്ടിക്കുന്നതാ. ഇപ്പോഴേ ആരെ പടക്കം പൊട്ടിക്കുന്നത്? നമ്മുടെ കോളനിയിലെ പിള്ളേരാ. ഇന്ന് ആരോ അവരുടെ വലയിൽ വീണിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. പാമ്പ്. ഹാരി പോട്ടർ, ലിറ്റിൽ സോൾജർ, ജി ബുംബ മാല. എന്റെ അമ്മയെ കലക്കി. നന്നായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഓക്കെ. വൈകുന്നേരം വേറെ ഐറ്റംസ് കാണിച്ചു തരാം. ആ ഒന്നിനും കൂടി അല്ലാതെ കുരുത്തം കെട്ട കുട്ടിപ്പിശാചികളെ, നീ എന്തോ മന്ത്രം കാണിച്ചിട്ടാണല്ലോ പറഞ്ഞയച്ചത്. നിന്റെ ആത്മാർത്ഥ സുഹൃത്തായി എനിക്ക് എന്തെങ്കിലും ഒന്ന് കാട്ടിത്താ. യൂണിക്കോണ്ട, കോഴിക്കോണ്ട, ആനക്കൊണ്ട. ഇതെന്തിനാ എനിക്ക്? ദേവി ഇതാണോ നിനക്ക് തന്നത്? ചേട്ടന്റെ മനസ്സിൽ എന്തോ ദുഷ്ടചിന്തയുണ്ട്. എന്റെ മനസ്സിൽ ക്വാർട്ടർ അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അതാണ് ദുഷ്ടചിന്ത. ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് ശ്രമിച്ചു ഇനി നോക്കാം. ഒരു പ്രാവശ്യം കൂടി വേണ്ട, ഇത് മതി. ഇടയ്ക്കൊക്കെ 2 പ്രാവശ്യം ശ്രമിച്ചു നോക്കാന്നേ. വേണ്ടെങ്കിൽ വേണ്ട. 2 പ്രാവശ്യമോ? അന്ന് പത്മനാഭന്റെ വീട്ടിൽ പ്രശ്നം നടക്കുമ്പോ ഇവൻ അകത്ത് കയറിയതാ. ഇപ്പൊ പിള്ളേരെയൊക്കെ അവൻ കയ്യിലെടുത്തു കഴിഞ്ഞു. ആരാ ഇവൻ? എന്തോ ദുരൂഹത നിറഞ്ഞ ജീവിതമാണിത്. എനിക്കെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. രഹസ്യ മീറ്റിംഗ് ആണോ? എന്നെ കുറിച്ചാണോ? സാധാരണ നിങ്ങൾ അന്യോന്യം നല്ല സ്വരച്ചർച്ച അല്ലല്ലോ. പക്ഷെ മറ്റുള്ളവരുടെ കാര്യമാകുമ്പോ നല്ല യൂണിറ്റിയാ. ഇപ്പൊ ഞാൻ ആരാണെന്നല്ലേ നിങ്ങളുടെ സംശയം? ആക്ച്വലി എന്റെ നാട് കടപ്പ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇവിടെ വന്നതാ. ഇവൻ ഫാഷനിസ്റ്റാണ്. ഹായ് സിസ്റ്റേഴ്സ്. ഞാൻ സമ്മതിച്ചു. ദിവസവും ഈ കുട്ടിപ്പിശാചുക്കളെ ബസ്സിൽ കയറ്റുമ്പോഴേക്കും ഞങ്ങളുടെ ജീവൻ പോകുന്ന പോലെയാ. പിള്ളേരെ മയക്കാനുള്ള മന്ത്രമൊക്കെ അറിയാലോ. നീ പാടുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യം പുകഴ്ത്തല സിസ്റ്റേഴ്സ്, ഞാൻ നശിച്ചു പോകും. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ. താങ്ക് യു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന കോഫി കുടിച്ചോണ്ട് സംസാരിക്കാം. രാത്രി വരട്ടെ. അയ്യേ, ഭക്ഷണം കഴിക്കാൻ. നിങ്ങളുടെ ഒരു കാര്യം. ഞാൻ പോവാ.